ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവിഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം അത് പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കുകയില്ല. പ്രവാചകൻ പറയുന്നത്, ഇസ്രായേൽ ജനം വലിയ രീതിയിൽ പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുമ്പോഴും ആ സമൂഹത്തിൽ കുറച്ച് വിശ്വസ്തരായ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവഭക്തന്മാരായ ആളുകളുണ്ടെങ്കിൽ അതിനെ പ്രതി ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല എന്ന്. അതിന് പറഞ്ഞ ഉപമ ഇങ്ങനെയാണ്: മുന്തിരി ചെടിയിൽ കുറച്ച് മുന്തിരിങ്ങ ഉണ്ട്. ആ മുന്തിരി പഴം കണ്ടിട്ട് അതിലൊരു അനുഗ്രഹം ഉണ്ടെന്ന് കണ്ട് അതിനെ നശിപ്പിക്കാതെ ആ മുന്തിരിവള്ളി സംരക്ഷിക്കുന്നത് പോലെ ദൈവം ഒരു സമൂഹത്തെ നോക്കുമ്പോൾ ആ സമൂഹത്തിൽ കുറച്ച് ദൈവഭക്തരായ വിശ്വസ്തരായ ദാസരെ കണ്ട് ആ ദേശത്തോട് കരുണ കാണിക്കുന്ന ദൈവമാണ് താനെന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. വിശ്വാസികളുടെ സാന്നിധ്യം ഒരു ദേശത്തുണ്ടായാൽ ദൈവം അതിനെ പ്രതി ആ ദേശത്തോട് കരുണ കാണിക്കും. ഉദാഹരണം നാം കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 32-ാം വചനം അബ്രഹാമിന്റെ ജീവിതമാണ്. സോദോം ഗോമോറയ്ക്ക് വേണ്ടി ദൈവം മധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥന നമുക്കവിടെ കാണാൻ പറ്റും. 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ കാണാം. വീണ്ടും നാം കാണുന്നത് യൗസേപ്പിനെയാണ്. യൗസേപ്പിനെ പ്രതി ദൈവം പൊത്തിഫറിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. വീണ്ടും നാം കാണുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ദാനിയേൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നെബൂഖദ്നേസർ രാജാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ തന്റെ ദൈവത്തിലുള്ള വിശ്വാസം ഒരു ഊന്നി പറയുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നത് നെബൂഖദ്നേസർ രാജാവ് തന്നെ വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവത്തിനുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ, അത് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. നമ്മുടെ വിശ്വാസം ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് ഇടയായിത്തീർന്നാൽ നമ്മിലൂടെ അനേകരെ രക്ഷിക്കുവാൻ ദൈവം നമ്മുടെ വിശ്വാസം എടുത്ത് ഉപയോഗിക്കും. രണ്ടാമത് നാം ചിന്തിക്കേണ്ടത്, ഈ പാപ സമൂഹത്തിൽ നാം ആയിരിക്കുന്ന സമൂഹം പാപം നിറഞ്ഞതാണ്, കുറ്റങ്ങളും കുറവുകളും ഉള്ളതാണ്. ഈ സമൂഹത്തിൽ ഒരു ദീപമായി തീരാൻ, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ദീപമായി തീരുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. അനേകർക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമുക്ക് മാധ്യസ്ഥം വഹിക്കാം. നമ്മുടെ ഇടവകയിലും സമൂഹത്തിലുമുള്ള അനേകരെ ദൈവത്തിലേക്ക് ആനയിക്കുവാൻ നമ്മുടെ മാധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ശക്തി ലഭിക്കട്ടെ. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.